കോൺഗ്രസിന്റെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ തീരുമാനമായി. കോൺഗ്രസുമായി ലയിപ്പിച്ച് പിന്നീട് വെട്ടിപ്പിളർത്തി മാറ്റുന്നത് പ്രയാസമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ബോധ്യമായ സാഹചര്യത്തിലാണ് തൽക്കാലം അസോസിയേറ്റ് പാർട്ടിയാക്കി നിലനിർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്താമെന്ന ധാരണയിൽ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ സമീപകാലത്തായി വലിയ തരത്തിലുള്ള ചർച്ചകളും ഒച്ചപ്പാടുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസ് അനുഭാവിയായി മാറിയ PV അൻവർ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് മുന്നേ തന്റെ പാർട്ടിയെ കോൺഗ്രസുമായി ലയിപ്പിക്കണമെന്ന പിടിവാശിയിലാണ്. കോൺഗ്രസ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഈ കാര്യം കൊണ്ട് അൻവർ. എന്നാൽ ലീഗ് നേതൃത്വം അൻവറിനെ കൈവിടുകയും UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അൻവർ അല്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയും ചെയ്തതും കോൺഗ്രസ് അൻവറിനെ മാത്രമാണെങ്കിൽ പാർട്ടിയിലേക്ക് എടുക്കാമെന്നും അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തതും കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം അൻവറിനെ പാർട്ടിയുടെ ഭാഗമാക്കുന്നതിനെ എതിർത്തതുമൊക്കെ അൻവറിന് വലിയ തിരിച്ചടിയായി മാറി. ഈ പശ്ചാത്തലത്തിലാണ് അൻവറിനെ മാത്രം കോൺഗ്രസിലേക്ക് എടുക്കാമെന്ന ഒരു ആലോചനയും തീരുമാനവും കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിച്ചത്. എന്നാൽ അങ്ങനെ ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടേണ്ട എന്ന മട്ടിൽ കോൺഗ്രസിൽ കൂടെ കൂടിയവരൊക്കെ അൻവറിനെ പിന്നിൽ നിന്ന് കുത്താൻ തുടങ്ങിയതോടെയാണ് പാർട്ടിയോടുകൂടി മാത്രമേ കോൺഗ്രസിലേക്ക് പോകാൻ കഴിയൂ എന്ന ഒരു ഗതികേടിലേക്ക് അൻവർ എത്തിയത്. ഇതിനെ തുടർന്നാണ് ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിനെ പാർട്ടിയുടെ അസോസിയേറ്റ് പാർട്ടിയാക്കി കേരളത്തിൽ നിലനിർത്താനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ അതിശക്തമായ പോരടി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു നീക്കത്തിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രാഥമികമായ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ അട്ടിമറിച്ചുകൊണ്ട് സീറ്റ് നേടിയെടുക്കുക എന്നുള്ളതായതുകൊണ്ടും ഒറ്റയ്ക്ക് നിന്നാൽ ഒരിക്കലും അവിടെ ഭൂരിപക്ഷം നേടാൻ കഴിയില്ല എന്ന ഭയം കോൺഗ്രസിനുള്ളത് കൊണ്ടും അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് അണിയറയിൽ നടക്കുന്നത്. ഇതേ സമയത്ത് കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കിക്കൊണ്ട് കേരളത്തിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയെ തന്നെ കൊണ്ടുവരുമെന്ന ഒരു വലിയ പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം PV അൻവർ നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ മമതയുമായി സഹകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുമോ എന്ന കാര്യവും അനിശ്ചിതത്വത്തിലാണ്. ഹൈക്കമാൻഡുമായി ആലോചിച്ച് മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്താനും കഴിയൂ. എന്നാൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് മമതാ ബാനർജിയെ കൊണ്ടുവരുന്നതിനോടും മമതയുമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സഖ്യം കൂടുന്നതിനോടും എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ PV അൻവർ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. BJP വിരുദ്ധ പാർട്ടികളെ കേരളത്തിലെ കോൺഗ്രസുമായി ലയിപ്പിക്കുന്നതിനോട് പ്രശ്നമില്ല എന്ന നിലപാടിലാണ് മുന്നണി പ്രവേശനത്തിൽ തീരുമാനം. എന്നാൽ മുന്നണി പ്രവേശനത്തിൽ തീരുമാനം പിന്നീട് സാവധാനം എടുക്കാമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസിലെ മറ്റ് ഘടകകക്ഷികളെല്ലാം തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാൻ കഴിയുമെങ്കിൽ അൻവറിനെ കൂടെ നിർത്താമെന്നും അതിന് കഴിഞ്ഞില്ല എങ്കിൽ അൻവറിനെ തഴയാമെന്നുമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ അതിബുദ്ധി തന്നെയാണ് ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. ഒരു തരത്തിൽ അൻവറിന്റെ ആവശ്യങ്ങളെ എല്ലാം തഴഞ്ഞുകൊണ്ട് അൻവറിന്റെ ജനപിന്തുണ മാത്രം കോൺഗ്രസിന് ആവശ്യമെന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് അടുക്കുന്നത്. ഇനി ഇടതുപക്ഷത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നതും BJP നേതൃത്വം ഒരിക്കലും അൻവറിനെ കൈയേൽക്കില്ല എന്നുള്ളതും അൻവറിനെ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന തരത്തിലേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ്.